ഹായ്. ഞാൻ കുറേ വിചാരിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. പക്ഷേ ഇതുവരെ നടന്നില്ല. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ സ്പോട്ടിൽ തന്നെ തുടങ്ങിക്കളയാന്ന് വിചാരിച്ചു. ഒരു വ്ളോഗ് ചാനലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് യുഎഇയിലാണ്. യുഎഇയിലെ എക്സ്പെൻസുകൾ, സാലറി, ജോബിനെ പറ്റി ഉള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ ഡെയിലി നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ, അത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടാവും നമ്മുടെ നാട്ടിൽ. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളൊക്കെയാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഈ വണ്ടി ബോസിൻ്റെ ആണ്. ഇത് വാഷ് ചെയ്യാൻ തന്നതാണ്. ജസ്റ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇന്നത്തെ പരിപാടി ജസ്റ്റ് ഒന്ന് വണ്ടി വാഷ് ചെയ്ത് തിരിച്ചു വരിക എന്നുള്ളത്. ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പായിട്ട് ഈ വണ്ടി ഒന്ന് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ പോകണം. നമ്മളെ ലുലുമാളുടെ മുന്നിലുള്ള പാർക്കിങ്ങിൽ വാഷിംഗ് സർവീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാനിന്ന് കഴുകുന്നത്. ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ അവർ വണ്ടി കഴുകി തരും. ഈ വണ്ടി കഴുകുന്നതിന് 15 ദിറംസാണ് അവരുടെ ഫീസ്. സാധാ നോർമൽ വണ്ടിയാണെങ്കിൽ 10 ദിറംസ് വരുള്ളൂ. ഇത് കുറച്ച് വലിയ വണ്ടി ആയതുകൊണ്ട് 15 ദിറംസ് കൊടുക്കണം. അപ്പം നമ്മളെ വണ്ടി കഴുകി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ല തിളങ്ങുന്നത്. സോ അപ്പം ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കിയാലോ. അപ്പോൾ വാഷിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഓഫീസിൽ നമ്മൾ വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാർഡുണ്ട്. അപ്പോൾ ആ കാർഡൊന്ന് റീചാർജ് ചെയ്യണം. അതിനായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. യുഎഇയിലൊക്കെ വർക്ക് ചെയ്ത ആളുകൾക്ക് അറിയാൻ പറ്റും. തഹസീൽ കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്. അതാണ് നമ്മളിവിടെ ഈ ടൈപ്പിംഗ് സെൻറ്റർ വർക്കുകൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. മെയിനായിട്ട് ലൈസൻസിൻ്റെ വർക്ക്, വിസ വർക്ക്, ഇങ്ങനത്തെ വർക്കുകൾക്കൊക്കെ നമ്മൾ ആ കാർഡ് ഉപയോഗിക്കാറുണ്ട്. അപ്പം ആ കാർഡാണ് ഇപ്പോൾ ഞാൻ റീചാർജ് ചെയ്യാൻ പോകുന്നത്. അതിന് തഹസീൽ സെൻറ്ററിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതെങ്ങനെ റീചാർജ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. വണ്ടിയിൽ എണ്ണ കുറച്ച് കുറവാണ്. പമ്പ് മുന്നിലുണ്ട്. എണ്ണ അടിച്ചാലോന്നുണ്ട്, പക്ഷേ ലേറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. എനിക്കാണെങ്കിൽ ഇപ്പോൾ കുറച്ച് അർജൻറ്റ് വർക്ക് ആയതുകൊണ്ട് ഇനിയിപ്പം അത് കഴിഞ്ഞിട്ട് വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രീ ആയിട്ട് എണ്ണ അടിക്കാൻ വിചാരിച്ചു. അങ്ങനെ നമ്മളെ തഹസീൽ സെൻറ്റർ എത്തി. ആ കാണുന്ന ബിൽഡിംഗ് ആണ്, ഇതാണ് തഹസീൽ സെൻറ്റർ. അപ്പോൾ വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. ഫസ്റ്റ് കുറച്ച് വലിയ വണ്ടിയാണ്, അപ്പോൾ പാർക്ക് ചെയ്യാനൊക്കെ കുറച്ച് സ്ഥലം വേണം. ഓക്കെ, അങ്ങനെ പാർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് പാർക്കിംഗ് മോഡിൽ ഇട്ടെ. കണ്ടു, ഈ വണ്ടീൻ്റെ ഗിയറൊക്കെ എവിടെയാണ്, കയ്യിലാണ് വരുന്നത്. വെറൈറ്റി ആണ്. GMC വണ്ടികൾക്കൊക്കെ ഇങ്ങനെയാണ് ഗിയർ വരുന്നത്, കയ്യിൽ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പാർക്കിംഗ്. ഓൾറെഡി ഞാൻ പാർക്കിങ്ങിൽ ഇട്ട് കഴിഞ്ഞു. ഇതിങ്ങനെ പാർക്കിംഗ് ഇത് നമുക്ക് ഗിയറിലേക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് താഴ്ത്തി കൊടുത്താൽ മതി. ഇങ്ങനെ താഴ്ത്തി കൊടുത്ത് ഗിയറിലേക്ക് ഇടും. ഒന്ന് മേലോട്ട് പോയി കഴിഞ്ഞാൽ പാർക്കിംഗ് മോഡിൽ വരും. കണ്ടോ, ഇപ്പോൾ പാർക്കിംഗ് ആയി. പിന്നെ നമുക്ക് AC ഓഫാക്കി വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു. അപ്പം നമ്മൾ കാർഡ് റീചാർജ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഈ മുവൈല മെഡിക്കൽ സെൻറ്ററിൻ്റെ ഉള്ളിലാണ് തഹസീലുള്ളത്. നമ്മൾ ഉള്ളിലേക്ക് പോവാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മെഷീന്. ഇതിൽ തഹസീൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ളത് വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടോപ്പപ്പ് ക്ലിക്ക് ചെയ്യുക, പിന്നെ തഹസീൽ. അപ്പോൾ പിന്നെ നമ്മളോട് കാർഡ് അതിൽ ഇൻസേർട്ട് ചെയ്യാൻ പറയും. അപ്പോൾ തഹസീൽ കാർഡ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവാം. വെയിറ്റിങ്, ക്യാഷ് കൊടുക്കുക. അത് കൊടുത്ത് പിന്നെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ക്യാഷ് ഇടാനുള്ള ഓപ്ഷൻ വരും. ക്യാഷ് നമുക്ക് 1 by 1 ആയിട്ട് മാത്രമേ ഇടാൻ പറ്റൂ. നമ്മൾ ബാങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെ ഒരുമിച്ച് ഇടാൻ പറ്റില്ല. ഓരോരോ നോട്ടായിട്ട് ഇടാൻ പറ്റുള്ളൂ. മുഴുവൻ ഡെപ്പോസിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കണ്ടിന്യൂ പോകാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും 3 ദിറംസ് വെച്ച് ചാർജ് വരും. അപ്പോൾ നമ്മളെ പരിപാടിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. ഇനിയിപ്പം നേരെ തിരിച്ച് ഓഫീസിലേക്ക് പോകാനാണ്. അപ്പോൾ വണ്ടി കയറിയിട്ട് കാണാം. പുറത്തധികം നിൽക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര ചൂടാണ്. ഇത്രയും കാലം നല്ല നോർമൽ കാലാവസ്ഥയായിരുന്നു. ആദ്യം തണുപ്പായിരുന്നു, പിന്നെ അത് നോർമലിലേക്ക് എത്തി. ഇനി നല്ല ചൂടിലേക്കാണ് പോകുന്നത്. പിന്നെ നമ്മളെ നാട്ടിലും നല്ല ചൂടായതുകൊണ്ട് വലിയൊരു പ്രശ്നമില്ല. പക്ഷേ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് മാത്രമേ ഈ ഒരു ചൂട് അനുഭവിക്കേണ്ടി വരുന്നുള്ളൂ. ബാക്കി പിന്നെ നമ്മൾ വണ്ടി, ഓഫീസ്, റൂം എങ്ങനെയാണെങ്കിലും AC ഉണ്ടാവും. സോ എന്തായാലും ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി നേരെ ഓഫീസിൽ പോയി ഓഫീസിലെ വർക്ക് എടുക്കണം. സോ വണ്ടി റിവേഴ്സ് എടുത്ത് നമ്മൾ നേരെ ഓഫീസിലേക്ക് പോകണം. പുറകിലേതെങ്കിലും വണ്ടിയൊക്കെ ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്തിട്ട്. നമ്മളെ വണ്ടീൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് നോക്കും. കാരണം അത്യാവശ്യം നല്ല സൗണ്ടാണ്. കുറച്ച് പഴയ വണ്ടിയാണ്. പിന്നെ ഒരു ഈ ട്രക്ക് മോഡലില്ലേ, GMCൻ്റെ ഒരു ട്രക്ക് മോഡൽ വണ്ടിയാണ്. GMC യുക്കോൺ എന്ന് പറയും. യുക്കോണാണ് ഈ ഒരു മോഡൽ. ഇതിന് അത്യാവശ്യം സൗണ്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് പഴയ വണ്ടികൾക്ക് അത്യാവശ്യം സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ആൾക്കാരുടെ കൂടെയൊക്കെ പോകുമ്പം ആളുകളൊന്നും നോക്കും സൗണ്ട് കേൾക്കുമ്പോൾ. ഇനി ഇത് സ്കൂൾ സോണാണ്. സ്ലോ ആയി പോകണം. സ്കൂൾ വിടുന്ന ടൈമായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പോകലൊന്നും നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വന്നത്. സ്കൂൾ വിടുന്ന ടൈമായി കഴിഞ്ഞാൽ ഒരുപാട് ബസ്സുകളുണ്ടാവും, പിന്നെ പ്രൈവറ്റ് വണ്ടികളും ഉണ്ടാവും. എന്തായാലും ഞാനിനിപ്പം ഒന്ന് ക്യാമറ ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇനി ക്യാമറ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫൈൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളെ വണ്ടിയൊക്കെ സേഫായിട്ട് പാർക്ക് ചെയ്തു. ഇനി നേരെ ഓഫീസിലേക്കാണ് പോകുന്നത്.
അസ്സലാമു അലൈക്കും.